കടന്നൽ രാജ പി.വി. അൻവർ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ സമൂഹത്തിലെ ഉദ്യോഗവൃന്ദത്തിലെ ചില പുഴുക്കുത്തുകളുടെ ചിറകരിഞ്ഞു തുടങ്ങിയപ്പോൾ മറ്റിടങ്ങളിൽ ചിലർക്ക് മൂട്ടിൽ തീപിടിച്ച അവസ്ഥയാണ്. അങ്ങനെയാണ് ഇന്നലെ തലസ്ഥാനത്തെ മാലിന്യ കേന്ദ്രത്തിൽ നിന്ന് ഒരു പ്രത്യേക മോങ്ങൽ ഉയർന്നു കേട്ടത്. പി.വി. അൻവറിനെ പരസ്യമായി ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് മറുനാടൻ മറുത രംഗത്ത് വന്നു. ഞാൻ ഇതുവരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടോ, ഇസ്ലാം മതത്തെ അധിക്ഷേപിച്ചിട്ടുണ്ടോ തുടങ്ങിയ പല കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അൻവർ പറയുന്നിടത്ത് ഞാൻ ചർച്ചയ്ക്ക് വരാം. എന്തുകൊണ്ടായിരിക്കും കഴിഞ്ഞ ഏതാനും ദിവസം കത്തിക്കയറിക്കൊണ്ടിരുന്ന മറുതയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉൾവിളി വരാൻ കാരണം? ഇതിന് ഏതാനും ദിവസം മുന്നേ പി.വി. അൻവർ മറ്റൊരു പോസ്റ്റ് ഇട്ടിരുന്നു, മറുനാടൻ മറുതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പുമായി. അതിങ്ങനെയാണ്: ആദ്യം ശത്രുവിൻ്റെ ആയുധശേഷി തകർക്കുക, പിന്നീട് അവൻ്റെ സപ്ലൈ ചെയിൻ തകർക്കുക, എന്നിട്ടേ ആക്രമിക്കാവൂ. ഷാജൻ സ്കറിയുടെ വിഷയത്തിൽ പി.വി. അൻവറിൻ്റെ യുദ്ധനീതി ഇനി ഇതാണ്: നിന്നെ സഹായിച്ചതിൻ്റെ കൂലിയാണ് ഇപ്പോൾ ADGP ഏമാന് കിട്ടുന്നത്. ഇനി സഹായിക്കുന്നവർക്കും ഇതൊക്കെ തന്നെ കിട്ടും. നിന്റെ റോസ് ഷർട്ടൂരി തൊലിയുരിച്ച് നിന്നെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ടേ ഇത് അവസാനിപ്പിക്കൂ. എത്ര പതപ്പിച്ചാലും സല്യൂട്ട് അടിച്ചാലും ആ ദിവസം തന്നെയാണ് നിന്നെ കാത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഒരാഴ്ചയ്ക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. പിന്നീട് ഇതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അന്ന് ഷാജൻ സ്കറിയ TP ചന്ദ്രശേഖരനെയും ഷുഹൈബിനെയൊക്കെ കൂട്ടുപിടിച്ച് CPM അങ്ങനെ ചെയ്യും, ഞാനൊരു നല്ലവനാണ്, ഞാനൊരു വിശുദ്ധനാണെന്നൊക്കെ സ്വയം ഗീർവാണമടിച്ച് വെള്ളപൂശി നിൽക്കുന്നതിനിടയിലാണ് പി.വി. അൻവർ നീക്കുന്ന കരുക്കൾക്കനുസരിച്ച് കാര്യങ്ങൾ മുറ പോലെ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അപകടം മണത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉടനടി ട്രാക്ക് മാറ്റുന്നത്. ഇതാണ് ഒരു കപടൻ്റെ യഥാർത്ഥ മുഖം. തൻ്റെ നിലനിൽപ്പിന് അപകടം വരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഉടനടി പ്ലേറ്റ് മാറ്റുക, കാര്യം നിലനിൽക്കുക. അതിന് എന്ത് വേണമോ ചെയ്യും, ഏത് തരത്തിലുള്ള ഒത്തുതീർപ്പിന് ശ്രമിക്കും. അങ്ങനെയാണ് ഷാജൻ സ്കറിയ ഒത്തുതീർപ്പിന് വേണ്ടി പരസ്യമായി ക്ഷണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത്. അതിന് പി.വി. അൻവർ ഇന്നലെ കൊടുത്തൊരു മറുപടിയുണ്ട്. 2ാം വിക്കറ്റ് തെറിച്ച സന്ദർഭമാണ്. സുജിത് ദാസിന് പിന്നാലെ മലപ്പുറം ജില്ലാ SP ആയിട്ടുള്ള ശശിധരനും തെറിച്ചു. അതിന് പിന്നാലെ ഇന്നലെ രാത്രി പി.വി. അൻവർ ഷാജൻ സ്കറിയുടെ പരസ്യ ചർച്ചയ്ക്കുള്ള ക്ഷണത്തിന് ഇങ്ങനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയല്ലേ ഹീറോയിസം? ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഷാജൻ സ്കറിയുടെ വെല്ലുവിളി കണ്ടു, മറ്റൊന്നും കൊണ്ടല്ല, നിന്നെപ്പോലെയുള്ള ചില പുഴുക്കുത്തുകളുടെ പിന്നാലെ ആയിരുന്നത് കൊണ്ടാണ് മറുപടി വൈകിയത്. മതം പറയാത്ത ഷാജൻ, മതസ്പർദ്ധ വളർത്താത്ത ഷാജൻ, അന്യമതങ്ങളെ അവഹേളിക്കാത്ത ഷാജൻ, 24 ക്യാരറ്റ് മതേതരനായ ഷാജൻ. നീ പറയുന്നത് പോലെ ഇതൊക്കെ അംഗീകരിച്ചു തരാൻ സൗകര്യമില്ല. ഒരു മതത്തെ മാത്രം ശത്രുപക്ഷത്ത് നിർത്തി കയ്യടി വാങ്ങി ഓഡിയൻസിനെ സൃഷ്ടിച്ചെടുത്തവനാണ് നീ. നിന്റെ ആ വർഗീയ അജണ്ടയിലൂടെ നീ ലക്ഷ്യം വെച്ചത് മുസ്ലിം വിഭാഗത്തെ മാർജിനലൈസ് ചെയ്ത് നിന്റെ ഈ ആശയത്തെ അനുകൂലിക്കുന്നവരുടെ കയ്യടിയാണ്. നിന്റെ ഓരോ വീഡിയോകളിലും നീ ഒളിപ്പിച്ചു വയ്ക്കുന്ന ഇസ്ലാം വിരുദ്ധതയുടെ നേർസാക്ഷ്യങ്ങളാണ് ഈ പോസ്റ്റിനൊപ്പം പങ്കുവയ്ക്കുന്ന വീഡിയോ. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നീ മറ്റു മതങ്ങളെ ഇസ്ലാം മതവുമായി കൂട്ടിത്തല്ലിക്കാൻ നോക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വർഗീയത വിളമ്പി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് കുടുംബാംഗങ്ങൾക്ക് കൊലച്ചോർ വാങ്ങി ഊട്ടുന്ന നീയുമായി ഒരു സംവാദത്തിനോ സന്ധിക്കോ ജീവൻ പോയാലും പി.വി. അൻവർ ഉണ്ടാവില്ല. നിന്റെ സൈനൈഡ് ഫാക്ടറിയിൽ വന്നിരുന്ന് നിന്റെ ക്ലോസറ്റ് വായിൽ നിന്ന് വീഴുന്ന തന്തയ്ക്ക് പ്രഖ്യാപികൾ കേൾക്കാൻ നീ വേറെ ആളെ നോക്കിയാൽ മതി. ഇനി അല്പം പേഴ്സണൽ കാര്യം. പി.വി. അൻവർ വർഗീയവാദിയാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം നീ പറയാറുണ്ടല്ലോ. മതേതരത്വത്തെയും സോഷ്യലിസ്റ്റ് ചിന്താഗതിയെയും നെഞ്ചോട് ചേർത്ത പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത 2 തലമുറകൾ എനിക്ക് മുൻപ് എൻ്റെ തറവാട്ടിൽ നിന്നുണ്ടായിട്ടുണ്ട്. അത് എൻ്റെ നാട്ടുകാർക്ക് കൃത്യമായി അറിയാം. ഇന്നും ഞാൻ നിൽക്കുന്നത് അതേ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന CPIM എന്ന പ്രസ്ഥാനത്തിനൊപ്പമാണ്. അക്കാര്യത്തിനൊന്നും അപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. പുഴുക്കുത്തുകൾ പുറത്തെടുത്ത് വഴിവെട്ടുന്നത് നിന്റെ സൈനൈഡ് ഫാക്ടറിയുടെ സർവനാശത്തിലേക്ക് തന്നെയാണ്. നീ കാത്തിരുന്ന് തന്നെ കണ്ടോളൂ. ഇതിനേക്കാൾ വലിയ ഒരു ഹീറോയിസ്റ്റിക് മറുപടി ഇനി കൊടുക്കാനില്ല. അല്ലെങ്കിൽ തന്നെ ഒരാളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് നിരന്തരം പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും അയാൾക്കെതിരെ വർഗീയവാദി ചാപ്പ കുത്താൻ പരിശ്രമിച്ചിരുന്ന ഒരു ഓൺലൈൻ മഞ്ഞക്കാരൻ അഥവാ മഞ്ഞ ഫാക്ടറി ഉടമ, അയാൾ പെട്ടെന്ന് ഈ ആക്ഷേപിച്ചിരുന്ന വ്യക്തിയുമായിട്ട് പരസ്യമായിട്ട് നമുക്ക്
ഒരു ചർച്ച ചെയ്യാമെന്നൊരു വെല്ലുവിളി നടത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെല്ലുവിളിയുടെ സ്വരത്തിൽ ഒരു ക്ഷണം കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിലൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. അത് മഞ്ഞയുടെ ഒരു സൈക്കോളജിക്കൽ നീക്കമായിരുന്നു. ഇങ്ങനെ പരസ്യമായൊക്കെ വെല്ലുവിളിക്കുമ്പോൾ അത് ഏറ്റെടുത്ത് ഹീറോയിസ്റ്റിക് പരിവേഷം കാട്ടുമെന്നാണ്. ഇങ്ങനെ ഒരു ഊളയോട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാലിന്യത്തോട് ചർച്ചയോ? അതിനേക്കാൾ നല്ലത് നേരത്തെ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ആ ഷോയെക്കുറിച്ച് സംഘികളുടെ മറ്റൊരു ഹീറോ ആയിട്ടുള്ള അഖിൽ മാറണം അടിച്ച ലുലുമാൾ ഡയലോഗാണ്. അതേ ഇവനും അർഹിക്കുന്നുള്ളൂ. അപ്പോൾ ഷാജൻ മറിയ ഒരു കാര്യം ചെയ്യ്, കൂടും കുടുക്കയൊക്കെ ഒന്ന് കെട്ടി വെച്ചോളൂ. കാര്യം ഏറ്റുമുട്ടുന്നവൻ അവൻ ചില തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവനാണെങ്കിൽ, അല്ലെങ്കിൽ മഞ്ഞ വാർത്ത കണ്ട് ഭയപ്പെടാത്തവനാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആ റോസ് ഷർട്ടൂരി ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തൊലി ഉരിഞ്ഞു നിൽക്കാൻ തയ്യാറെടുത്തോളൂ എന്ന് മാത്രമേ ആ മാലിന്യത്തോട് പറയാനുള്ളൂ.